സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് ഡിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു കറണ്ട് അഫയേഴ്സ് റിവിഷൻ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പല വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് ഒരു റിവിഷൻ മോക്ക് ടെസ്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ 60 ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് വീണ്ടും കുറേ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 2021 വിജയകരമായി ചൊവ്വാഗ്രഹത്തിൽ ഇറങ്ങിയ സുറോങ് റോവർ ഏത് രാജ്യത്തിൻ്റെതാണ്? ഓപ്ഷൻ ഡി, ചൈനയുടേതാണ്. 2021 വിജയകരമായി ചൊവ്വാഗ്രഹത്തിൽ ഇറങ്ങിയ സുറോങ് റോവർ ചൈനയുടേതാണ്. അപ്പോൾ നമുക്കറിയാം ടിയാൻവെൻ 1 എന്ന ബഹിരാകാശ പേടകത്തിൽ നിന്നാണ് സുറോങ് റോവറിനെ ചൊവ്വയിലേക്ക് ഇറക്കിയത്. അപ്പോൾ ടിയാൻവെൻ 1 എന്ന ബഹിരാകാശ പേടകവും അതുപോലെ സുറോങ് റോവറും ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ചൊവ്വാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2020 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ സി, KG ശങ്കരപ്പിള്ളയാണ്. 2020 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയത് KG ശങ്കരപ്പിള്ള. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ മന്ത്രിസഭയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ, പിണറായി വിജയൻ തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ്. കേരള മന്ത്രിസഭയിൽ ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, 100 നാട്ടുമാന്തോപ്പുകൾ എന്ന പദ്ധതി ആരുടെ ഓർമ്മയ്ക്കായാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചത്? ഓപ്ഷൻ ബി, സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് 100 നാട്ടുമാന്തോപ്പുകൾ എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചത്. സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായാണ്. അതുപോലെ വാഴുവേലിൽ തറവാട് ആരുടേതാണ്? സുഗതകുമാരിയുടേതാണ്. വാഴുവേലിൽ തറവാട് സുഗതകുമാരിയുടേതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2020 പിങ്ക് വാട്ടർ ലില്ലി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനമേത്? ഓപ്ഷൻ എ, കേരളമാണ്. 2020 പിങ്ക് വാട്ടർ ലില്ലി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനമാണ് കേരളം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പെൻറ്റഗൺ ആകൃതിയിലുള്ള ലൈറ്റ് ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഓപ്ഷൻ ബി, വലിയഴീക്കലാണ്. ആലപ്പുഴ ജില്ലയിലെ വലിയഴീക്കലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പെൻറ്റഗൺ ആകൃതിയിലുള്ള ലൈറ്റ് ഹൗസ് നിലവിൽ വന്നത് വലിയഴീക്കലിൽ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇപ്പോൾ ആരാണ്? ഓപ്ഷൻ ബി, P സതീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇപ്പോൾ P സതീദേവി. നമുക്കറിയാം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷയായിരുന്നു സുഗതകുമാരി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ISRO വിക്ഷേപിച്ച ഡുച്ചിഫാറ്റ് 3 എന്ന ഉപഗ്രഹം ഏത് രാജ്യത്തെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചതാണ്? ഓപ്ഷൻ എ, ഇസ്രായേൽ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചതാണ്. ISRO വിക്ഷേപിച്ച ഡുച്ചിഫാറ്റ് 3 എന്ന ഉപഗ്രഹം ഇസ്രായേൽ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചതാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് ആരാണ്? ഓപ്ഷൻ സി, ജെനി ജെറോം ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ കൊമേഴ്സ്യൽ പൈലറ്റ് ജെനി ജെറോം. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് ഹോക്കി സ്റ്റേഡിയമാണ് ഒളിമ്പ്യൻ ബൽബീർ സിംഗിൻ്റെ പേരിൽ നാമകരണം ചെയ്തത്? ഓപ്ഷൻ ഡി, മൊഹാലി സ്റ്റേഡിയമാണ്. ഇന്ത്യയിലെ മൊഹാലി സ്റ്റേഡിയമാണ് ഒളിമ്പ്യൻ ബൽബീർ സിംഗിൻ്റെ പേരിൽ നാമകരണം ചെയ്തത് മൊഹാലി സ്റ്റേഡിയം. 11ാമത്തെ ക്വസ്റ്റ്യൻ, അറബ് ലോകത്തെ ആദ്യ സ്വദേശി കോവിഡ് വാക്സിനായ ഹയാത്ത് വാക്സ് വികസിപ്പിച്ച രാജ്യമേത്? ഓപ്ഷൻ എ, UAE ആണ്. അറബ് ലോകത്തെ ആദ്യ സ്വദേശി കോവിഡ് വാക്സിനായ ഹയാത്ത് വാക്സ് വികസിപ്പിച്ച രാജ്യം UAE. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻ എ, 24 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 24. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൻസ് എക്സ്പോ 2022 നടക്കുക ഏത് സംസ്ഥാനത്ത് വെച്ചാണ്? ഓപ്ഷൻ എ,
ഗുജറാത്തിൽ വെച്ചാണ്, ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വെച്ചാണ് ഡിഫൻസ് എക്സ്പോ 2020 നടക്കുക. ഗുജറാത്തിൽ വെച്ചാണ്. അതേസമയം ഡിഫൻസ് എക്സ്പോ 2021 നടന്നത് ലക്നൌവിൽ വെച്ചാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, 2021 ജൂലൈയിൽ ആമസോണിൻ്റെ പുതിയ CEO ആയി ചുമതലയേറ്റത് ആരാണ്? ഓപ്ഷൻ എ ആൻഡി ജാസിയാണ്. 2021 ജൂലൈയിൽ ആമസോണിൻ്റെ പുതിയ CEO ആയിട്ട് ചുമതലയേറ്റത് ആൻഡി ജാസി. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെൻറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി ദലൈലാമയാണ്. ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെൻറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ദലൈലാമ. 16ാമത്തെ ക്വസ്റ്റ്യൻ, 2021 ഫെബ്രുവരിയിൽ സൈനിക അട്ടിമറി നടന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി നമ്മുടെ അയൽ രാജ്യമായ മ്യാൻമറാണ്. 2021 ഫെബ്രുവരിയിൽ സൈനിക അട്ടിമറി നടന്ന ഏഷ്യൻ രാജ്യമാണ് മ്യാൻമർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, സംഗീത രംഗത്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം സ്വാതി പുരസ്കാരം 2020 നേടിയത് ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ കെ ഓമനക്കുട്ടിയാണ്. സംഗീത രംഗത്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം സ്വാതി പുരസ്കാരം 2020 നേടിയത് ഡോക്ടർ കെ ഓമനക്കുട്ടിയാണ്. 2019 ഇതേ സമ്മാനം ലഭിച്ചത് TM കൃഷ്ണയ്ക്കാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ഓപ്ഷൻ സി തണ്ണീർത്തടവും വെള്ളവും എന്നതാണ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് വാട്ടർ എന്നതാണ് 2021 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് തണ്ണീർത്തടവും വെള്ളവും. അതുപോലെ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആട് ഫാം നിലവിൽ വരുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി കാസർഗോഡ് ജില്ലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആട് ഫാം നിലവിൽ വരുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലെ ബേഡടുക്കയിൽ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി നിർമ്മിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ഗുജറാത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി നിർമ്മിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നീതി ആയോഗ് പുറത്തുവിട്ട ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2020 മേജർ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമേത്? ഓപ്ഷൻ ഡി കർണാടകയാണ്. നീതി ആയോഗ് പുറത്തുവിട്ട ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2020 മേജർ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതെത്തിയത് കർണാടകയാണ്. രണ്ടാമതെത്തിയത് മഹാരാഷ്ട്രയാണ്. കേരളത്തിൻ്റെ സ്ഥാനം 5ാമതാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗ് പുറത്തുവിട്ട ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2020 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് ഏതാണ്? ഓപ്ഷൻ ബി ഡൽഹിയാണ്. നീതി ആയോഗ് പുറത്തുവിട്ട ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2020 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതെത്തിയത് ഡൽഹിയാണ്. ഇനി അതുപോലെ മറ്റൊരു തിരിവ് കൂടിയുണ്ട്. മലയോര വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ഹിമാചൽ പ്രദേശാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് 2021 ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ അനീഷ് PBക്കാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് 2021 ലഭിച്ചത് അനീഷ് PBക്കാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന ONV സാഹിത്യ പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി വൈരമുത്തുവിനാണ്. ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന ONV സാഹിത്യ പുരസ്കാരം 2021 അർഹനായത് വൈരമുത്തുവാണ്. പക്ഷേ മീറ്റു വിവാദത്തെ തുടർന്ന് ഇദ്ദേഹം ഇത് നിരസിക്കുകയാണ് ഉണ്ടായത്. 25ാമത്തെ ക്വസ്റ്റ്യൻ, 2021 റിപ്പോർട്ട് സമർപ്പിച്ച 11ാമത് സംസ്ഥാന ശമ്പള കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി കെ മോഹൻദാസ് ആണ്. 2021 റിപ്പോർട്ട് സമർപ്പിച്ച 11ാമത് സംസ്ഥാന ശമ്പള കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കെ മോഹൻദാസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, അയൽ രാജ്യങ്ങളിൽ COVID-19 വാക്സിൻ വിതരണം ചെയ്യുന്നതിന് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി
വാക്സിൻ മൈത്രി എന്നതാണ്. അയൽ രാജ്യങ്ങളിൽ COVID-19 വാക്സിൻ വിതരണം ചെയ്യുന്നതിന് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വാക്സിൻ മൈത്രി. 27ാമത്തെ ക്വസ്റ്റ്യൻ. 2021 സമഗ്ര സംഭാവനയ്ക്കുള്ള ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ബി കെ ജയകുമാറിനാണ് 2021 സമഗ്ര സംഭാവനയ്ക്കുള്ള ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിന്. 28ാമത്തെ ക്വസ്റ്റ്യൻ. വേൾഡ് ഇക്കണോമിക് ഫോറം തയ്യാറാക്കിയ 2021 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഏറ്റവും മുന്നിലെത്തിയ രാജ്യമേത്? ഓപ്ഷൻ ബി ഐസ്ലാൻഡ് ആണ്. വേൾഡ് ഇക്കണോമിക് ഫോറം തയ്യാറാക്കിയ 2021 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഏറ്റവും മുന്നിലെത്തിയ രാജ്യം ഐസ്ലാൻഡ് ആണ്. പട്ടികയിൽ ഏറ്റവും പിന്നിൽ അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 2021 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ എത്രയാണ്? 140 ഇന്ത്യയുടെ സ്ഥാനം. 29ാമത്തെ ക്വസ്റ്റ്യൻ. മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം 2021 നേടിയത് ആരാണ്? ഓപ്ഷൻ സി ഹ്യൂബർട്ട് ഹുർക്കാച്ച് ആണ്. മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം 2021 നേടിയത് ഹ്യൂബർട്ട് ഹുർക്കാച്ച് ആണ്. അതേസമയം മിയാമി ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ഓസ്ട്രേലിയയുടെ ആഷ്ലി ബാർട്ടിയാണ്. മിയാമി ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആഷ്ലി ബാർട്ടി. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധി സമാധാന പുരസ്കാരം 2020 ജേതാവ് ആരാണ്? ഓപ്ഷൻ എ ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ്. ഗാന്ധി സമാധാന പുരസ്കാരം 2020 ജേതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ്. നമുക്കറിയാം ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ. ഇനി അതുപോലെ 2019 ഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആരാണ്? മുൻ ഒമാൻ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിനാണ് 2019 ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. ഖാബൂസ് ബിൻ സയ്യിദിന്. 31ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? ഓപ്ഷൻ ബി തൃപ്പൂണിത്തുറയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പാസ്പോർട്ട് സേവാ കേന്ദ്രം സ്ഥാപിതമായത് തൃപ്പൂണിത്തുറയിലാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. 2021 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത തിബിലിസി ഏത് രാജ്യത്താണ്? ഓപ്ഷൻ ബി ജോർജിയയിലാണ്. ജോർജിയയുടെ ക്യാപിറ്റലാണ് തിബിലിസി. 2021 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത തിബിലിസി ജോർജിയയുടെ ക്യാപിറ്റലാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. തകഴി സ്മാരക ട്രസ്റ്റ് നൽകുന്ന 2021 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ പെരുമ്പടവം ശ്രീധരനാണ്. തകഴി സ്മാരക ട്രസ്റ്റ് നൽകുന്ന 2021 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2021 ജനുവരിയിൽ നടന്ന 33ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ഏതാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. 2021 ജനുവരിയിൽ നടന്ന 33ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി തിരുവനന്തപുരമായിരുന്നു. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ ഓടിയത് എവിടെയാണ്? ഓപ്ഷൻ ബി ഡൽഹി മെട്രോയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ ട്രെയിൻ ഓടിയത് ഡൽഹി മെട്രോയിലാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2019 മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? ഓപ്ഷൻ സി താജ്മഹലിനാണ്. താജ്മഹൽ എന്ന മറാത്തി ചിത്രത്തിനാണ് 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2019 മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ലഭിച്ചത്. താജ്മഹൽ എന്ന മറാത്തി ചിത്രത്തിനാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2019 മികച്ച നടി ആരായിരുന്നു? ഓപ്ഷൻ എ കങ്കണ റണൌട്ടാണ്. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2019 മികച്ച നടി കങ്കണ റണൌട്ട്. അതുപോലെ 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2019 മികച്ച നടന്മാർ ആരൊക്കെയായിരുന്നു? രണ്ടുപേരാണ്. ധനുഷും മനോജ് ബാജ്പേയിയുമാണ് 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടന്മാരാണ് ധനുഷും മനോജ് ബാജ്പേയിയും. 38ാമത്തെ ക്വസ്റ്റ്യൻ.
2021 ഏപ്രിലിൽ ഏത് രാജ്യമാണ് ഇന്ത്യയോടൊപ്പം വരുണ 2021 എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുത്തത്? ഓപ്ഷൻ എ ഫ്രാൻസ് ആണ് 2021 വരുണ 2021 എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യം ഫ്രാൻസ്. 39ാമത്തെ ക്വസ്റ്റ്യൻ. മികച്ച നടനുള്ള 93ാമത് ഓസ്കർ പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ആൻ്റണി ഹോപ്കിൻസിനാണ് മികച്ച നടനുള്ള 93ാമത് ഓസ്കർ പുരസ്കാരം 2021 ലഭിച്ചത്. ആൻ്റണി ഹോപ്കിൻസിനാണ്. ഇനി അതുപോലെ മികച്ച നടിക്കുള്ള 93ാമത് ഓസ്കർ പുരസ്കാരം 2021 ലഭിച്ചത് ആർക്കാണ്? ഫ്രാൻസസ് മക്ഡോർമൻഡിനാണ് മികച്ച നടിക്കുള്ള 93ാമത് ഓസ്കർ പുരസ്കാരം ലഭിച്ചത്. ഫ്രാൻസസ് മക്ഡോർമൻഡ്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മികച്ച ചിത്രത്തിനുള്ള 93ാമത് ഓസ്കാർ പുരസ്കാരം 2021 നേടിയ ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി നൊമാഡ് ലാൻഡിനാണ് മികച്ച ചിത്രത്തിനുള്ള 93ാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. നൊമാഡ് ലാൻഡിനാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 78ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2021 മികച്ച ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി നൊമാഡ് ലാൻഡ് തന്നെയാണ്. 78ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2021 മികച്ച ചിത്രം നൊമാഡ് ലാൻഡ്. അപ്പോൾ ഓർത്തിരിക്കാം, ഓസ്കർ 2021 അതുപോലെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2021 രണ്ടിലെയും മികച്ച ചിത്രം ഒരേ ചിത്രം തന്നെയാണ്. ഏതാണ്? നൊമാഡ് ലാൻഡാണ്. നൊമാഡ് ലാൻഡിൻ്റെ സംവിധായിക ആരാണ്? ക്ലോ ഷാവു ആണ്. നൊമാഡ് ലാൻഡിൻ്റെ സംവിധായിക ക്ലോ ഷാവു. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജിമെക്സ് എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ജപ്പാനാണ്. ജിമെക്സ് എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ ഇന്ത്യയോടൊപ്പം പങ്കെടുത്ത രാജ്യമാണ് ജപ്പാൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ. 2019-2020 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. 2019-2020 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. ഇനി അതുപോലെ മികച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്താണ്. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്ത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? മുഖത്തല ബ്ലോക്ക് പഞ്ചായത്താണ്. കൊല്ലം ജില്ലയിലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്താണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. അതുപോലെ മികച്ച ജില്ലാ പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 15ാം കേരള നിയമസഭയിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? ഓപ്ഷൻ സി 2021 ഏപ്രിൽ 6-നാണ് 15ാം കേരള നിയമസഭയിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 2021 ഏപ്രിൽ 6-നാണ്. അതുപോലെ ഇലക്ഷൻ ഫലം പ്രഖ്യാപിച്ച ദിവസം ഏതായിരുന്നു? 2021 മെയ് 2-നാണ് ഇലക്ഷൻ ഫലം പ്രഖ്യാപിച്ചത്. 2021 മെയ് 2. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2019 മികച്ച മലയാള ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി കള്ളനോട്ടമാണ്. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2019 മികച്ച മലയാള ചിത്രമാണ് കള്ളനോട്ടം. കള്ളനോട്ടം സംവിധാനം ചെയ്തത് ആരാണ്? രാഹുൽ റിജി നായർ ആണ്. കള്ളനോട്ടം സംവിധാനം ചെയ്തത് രാഹുൽ റിജി നായർ. അതുപോലെ 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ഫീച്ചർ ഫിലിം ഏതായിരുന്നു? അത് ഒരു മലയാള സിനിമ തന്നെയായിരുന്നു. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രത്തിനാണ് 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ഫീച്ചർ ഫിലിമിന് ഉള്ള അവാർഡ് ലഭിച്ചത്. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം സംവിധാനം ചെയ്തത് പ്രിയദർശനാണ്. അപ്പോൾ ഈ കള്ളനോട്ടം എന്ന് പറയുന്നത് 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാള ഭാഷയിൽ ഉള്ള ഏറ്റവും മികച്ച ചിത്രമാണ്. അതുപോലെ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ മികച്ച ഫീച്ചർ ഫിലിമാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സുബ്രഹ്മണ്യൻ സ്വാമി. 47ാമത്തെ ക്വസ്റ്റ്യൻ. US ഓപ്പൺ 2021 പുരുഷ സിംഗിൾസ് ജേതാവ് ആരാണ്? ഓപ്ഷൻ ഡി ഡാനിൽ മെഡ്വദേവ് ആണ്. US ഓപ്പൺ 2021 പുരുഷ സിംഗിൾസ് ജേതാവ് ഡാനിൽ മെഡ്വദേവ്. ഇനി അതുപോലെ US ഓപ്പൺ 2021
വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ്? എമ്മ റഡുക്കാനുമാണ്. US ഓപ്പൺ 2021 വനിതാ സിംഗിൾസ് ജേതാവ് എമ്മ റഡുക്കാനു. 48ാമത്തെ ക്വസ്റ്റ്യൻ. മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി ഉണ്ണി ആറിനാണ് മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2020 ലഭിച്ചത്. ഉണ്ണി ആറിൻ്റെ വാങ്ക് എന്ന ചെറുകഥയ്ക്കാണ് അവാർഡ്. 49ാമത്തെ ക്വസ്റ്റ്യൻ. ട്വിറ്ററിന് പകരമായി ഇന്ത്യ പുറത്തിറക്കിയ സ്വദേശി ആപ്പ് ഏതാണ്? ഓപ്ഷൻ ബി കൂ ആപ്പാണ്. ട്വിറ്ററിന് പകരമായിട്ട് ഇന്ത്യ പുറത്തിറക്കിയ സ്വദേശി ആപ്പാണ് കൂ ആപ്പ്. അതുപോലെ വാട്സാപ്പിന് പകരമായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സ്വദേശി ആപ്പ് ഏതാണ്? സന്ദേശ് ആണ്. വാട്സാപ്പിന് പകരമായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സ്വദേശി ആപ്പാണ് സന്ദേശ്. 50ാമത്തെ ക്വസ്റ്റ്യൻ. 2021 അന്തരിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഏത് മേഖലയിലാണ് പ്രശസ്തനായിട്ടുള്ളത്? ഓപ്ഷൻ ഡി കഥകളിയിലാണ് നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി പ്രശസ്തനായിട്ടുള്ളത്. കഥകളിയിലാണ്. പ്രശസ്ത കഥകളി നടനായിരുന്നു നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി. 51ാമത്തെ ക്വസ്റ്റ്യൻ. 100% ജനങ്ങൾക്കും കോവിഡ് വാക്സിൻ നൽകിയ രാജ്യത്തെ ആദ്യ നഗരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം ഏതാണ്? ഓപ്ഷൻ എ ഭുവനേശ്വറാണ്. 100% ജനങ്ങൾക്കും മുഴുവൻ ജനങ്ങൾക്കും കോവിഡ് വാക്സിൻ നൽകിയ രാജ്യത്തെ ആദ്യ നഗരമാണ് ഭുവനേശ്വർ. 52ാമത്തെ ക്വസ്റ്റ്യൻ. 2021 ടോക്കിയോ പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യയുടെ പ്രമോദ് ഭഗത്തിന്റെ മത്സര ഇനം ഏതായിരുന്നു? ഓപ്ഷൻ എ ബാഡ്മിൻ്റൺ ആയിരുന്നു. 2021 ടോക്കിയോ പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യയുടെ പ്രമോദ് ഭഗത്തിന്റെ മത്സര ഇനമാണ് ബാഡ്മിൻ്റൺ. 53ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ ധാന്യ ATM ഗ്രെയിൻ ATM സ്ഥാപിതമായത് എവിടെയാണ്? ഓപ്ഷൻ സി ഗുരുഗ്രാമിലാണ്. ഇന്ത്യയിലെ ആദ്യ ധാന്യ ATM ഗ്രെയിൻ ATM സ്ഥാപിതമായത് ഗുരുഗ്രാമിലാണ്. ഗുരുഗ്രാം ഹരിയാനയിലാണ്. അതുപോലെ ഗുരുഗ്രാമിൽ സ്ഥാപിതമായ ധാന്യ ATMൻ്റെ പേരാണ് അന്നപൂർത്തി. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വായു മലിനീകരണം തടയാനുള്ള ഇൻ്റർനാഷണൽ ക്ലീൻ എയർ കാറ്റലിസ്റ്റ് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ നഗരം ഏത്? ഓപ്ഷൻ ഡി ഇൻഡോർ ആണ്. വായു മലിനീകരണം തടയാനുള്ള ഇൻ്റർനാഷണൽ ക്ലീൻ എയർ കാറ്റലിസ്റ്റ് പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ നഗരമാണ് ഇൻഡോർ. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോവിഡ് ബാധയെ തുടർന്ന് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? ഓപ്ഷൻ എ ചൈനയിൽ തന്നെയാണ്. കോവിഡ് ബാധയെ തുടർന്ന് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ചൈന. 56ാമത്തെ ക്വസ്റ്റ്യൻ. കോവിഡ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമേത്? ഓപ്ഷൻ ഡി ഫിലിപ്പൈൻസ് ആണ്. കോവിഡ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഫിലിപ്പൈൻസ്. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇലക്ട്രോണിക്സ് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇലക്ട്രോണിക് പാർക്ക് വികസിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശാണ്. ഇലക്ട്രോണിക്സ് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് പാർക്ക് വികസിപ്പിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 58ാമത്തെ ക്വസ്റ്റ്യൻ. 2 കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും വേഗതയേറിയ ഇന്ത്യക്കാരി എന്ന ഖ്യാതി ലഭിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ഗീത സമോദയാണ്. 2 കൊടുമുടികൾ കീഴടക്കുന്ന ഏറ്റവും വേഗതയേറിയ ഇന്ത്യക്കാരി എന്ന ഖ്യാതി നേടിയ വ്യക്തിയാണ് ഗീത സമോദ. അപ്പോൾ യൂറോപ്പിലെ മൗണ്ട് എൽബ്രൂസും അതുപോലെ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടിയുമാണ് ഇവർ കീഴടക്കിയത്. 59ാമത്തെ ക്വസ്റ്റ്യൻ. 2021 ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഓപ്ഷൻ സി തജിക്കിസ്ഥാനിലാണ്. 2021 ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി നടന്നത് തജിക്കിസ്ഥാനിലാണ്. തജിക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായ ദുഷാൻബെയിലാണ് 2021 ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി നടന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2021 ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 9ാമത് അംഗരാജ്യമായ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇറാനാണ്. 2021 ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 9ാമത് അംഗരാജ്യമായത് ഇറാനാണ്. ഓക്കെ ഫ്രണ്ട്സ്,
അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ kerala.pscwinner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.